നമസ്കാരം. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മുടെ നക്ഷത്രങ്ങൾ എങ്ങനെ പ്രാധാന്യമാർജിക്കുന്നു, അതിന്റെ ശാസ്ത്രീയവും സാംസ്കാരികവുമായ അടിസ്ഥാനങ്ങൾ എന്താണ്? അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ മറികടക്കുവാൻ കേൾക്കുക നക്ഷത്ര ഭാരഫലത്തിന്റെ ഈ ഒരു എപ്പിസോഡിൽ. നിങ്ങളുടെ ഈ ആഴ്ച, അതായത് 12/1/2025 മുതൽ 18/1/2025 വരെയുള്ള നക്ഷത്രത്തിന്റെ ചലനമാണ് ഇവിടെ പറയാൻ പോകുന്നത്. മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗക്കാരാണ് മേടക്കൂറുകാർ. മേടം രാശിക്കാർ. ഈ ആഴ്ച നിങ്ങൾക്ക് ഊർജ്ജസ്വലമായിരിക്കും. പക്ഷേ ജോലിഭാരം കാരണം നിങ്ങൾ പ്രകോപിതരാകാൻ കാരണമായേക്കാം. അതൊക്കെയാണെങ്കിലും നല്ല ആരോഗ്യ ജീവിതം കാരണം ഈ സമയം നിങ്ങൾ കുടുംബാംഗങ്ങളോടൊപ്പം ആസ്വദിക്കും. നല്ല ഭക്ഷണം കഴിക്കാനും അവരോടൊപ്പം സമയം ചിലവഴിക്കാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആർക്കും പണം കടം കൊടുക്കുകയോ ഈ ആഴ്ച ആരിൽ നിന്നും പണം കടം വാങ്ങുകയോ ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. നിങ്ങളുടെ ഊർജ്ജസ്വലവും സജീവവും ഊഷ്മളവുമായ പെരുമാറ്റം നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക്, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് സന്തോഷം നൽകും. ഇതുമൂലം നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് സ്നേഹവും വാത്സല്യവും ലഭിക്കും. ഔദ്യോഗിക ജാതക പ്രകാരം ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ഈ സമയത്ത് നിങ്ങളുടെ ഫീൽഡിൽ മുന്നോട്ട് പോകാൻ നിരവധി അവസരങ്ങൾ ലഭിക്കും. നിങ്ങളെ ഇതുവരെ യോഗ്യരല്ലെന്ന് കരുതിയ എല്ലാവരുടെ മുന്നിലും നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് മാതൃകയാകാൻ കഴിയും. അതിനുശേഷം നിങ്ങളെ എല്ലാവരും അഭിനന്ദിക്കും. എന്നാൽ ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ അഹങ്കാരം വളരാൻ ഒരിക്കലും അനുവദിക്കരുത്. അല്ലാത്ത പക്ഷം ഈ വിജയം സന്തോഷത്തിന് പകരം നിങ്ങളുടെ പ്രതിച്ഛായയെ തന്നെ നശിപ്പിക്കും. ഇടവക്കൂറ്. കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതിക്കാരാണ് ഇടവക്കൂറുകാർ. ഇടവം രാശിക്കാർ. ചന്ദ്രചിഹ്നം അനുസരിച്ച് 1-ാം ഭാവത്തിൽ വ്യാഴം വരുന്നതിനാൽ ശാരീരികമായും മാനസികമായും ഈ ആഴ്ച നിങ്ങൾക്ക് സുഖം തോന്നും. ഇതൊക്കെയാണെങ്കിലും വരാനിരിക്കുന്ന മാനസിക സമ്മർദ്ദം നിങ്ങളെ സ്വാധീനിക്കാൻ അനുവദിക്കരുത്. അങ്ങനെ ചെയ്യുന്നത് ഏതെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ആരോഗ്യ കാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിച്ച് ആരോഗ്യത്തോടു കൂടിയിരിക്കുക. ഈ ആഴ്ച നിങ്ങൾ ഭൂമി, റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ സാംസ്കാരിക പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഈ സ്കീമുകളിൽ നിക്ഷേപിക്കുന്നതിന് ഈ സമയം വളരെ നല്ലതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ആഴ്ച നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ മുൻപത്തെ ഒരു രഹസ്യം തുറന്നു കാട്ടിയതിനാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ജോലിസ്ഥലത്ത് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ ഒഴിവാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുക. ഇപ്പോൾ ഓഫീസിലെ നിങ്ങളുടെ തെറ്റ് സമ്മതിച്ചാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായേക്കാം. എന്നാൽ ഇത് മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങൾ ഉടനടി ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾ പഠനത്തിലെ ഒരു സാധാരണ വിദ്യാർത്ഥിയാണെങ്കിൽ വിജയം നേടുന്നതിന് ഈ ആഴ്ച നിങ്ങളുടെ അധ്യാപകരുടെ സഹായം ആവശ്യമായി വരാം. മിഥുനക്കൂറ്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽക്കാരാണ് മിഥുനക്കൂറുകാർ. മിഥുനം രാശിക്കാർ. ഈ ആഴ്ച ജോലിയും ഒഴിവു സമയവും തമ്മിലുള്ള ശരിയായ ബാലൻസ് പാലിക്കുക. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ വളരെ കാലമായി ഏതെങ്കിലും രോഗത്താൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്കത് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും. ഗ്രഹങ്ങളുടെ അനുകൂല വശം പല രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ നിങ്ങളെ സഹായിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് നല്ല ആരോഗ്യം ആസ്വദിക്കാനും കഴിയും. മാനസികമായും നിങ്ങൾ സന്തുഷ്ടരായിരിക്കും. നിങ്ങളുടെ ഭക്ഷണ രീതിയും ദൈനംദിന ജീവിത ശൈലിയും ഈ സമയത്ത് മെച്ചപ്പെടും. നിങ്ങൾ ധാരാളം പണം ചിലവഴിച്ചെന്ന് വരാം. എന്നാൽ നിങ്ങളുടെ പണം ഇതിനകം ശേഖരിക്കപ്പെട്ടതിനാൽ ഈ ചിലവുകളുടെ ആഘാതം നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെ ഒരു തരത്തിലും ബാധിക്കുകയില്ല. കുടുംബത്തോടൊപ്പം നല്ല സമയം ചെലവഴിക്കാനും ഗാർഹിക പ്രശ്നങ്ങളിൽ അവർക്ക് ഉപദേശം നൽകാനും നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഈ സമയത്ത് വീട്ടിലെ പ്രായം കുറഞ്ഞ അംഗങ്ങളുമായുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്താനും നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ജോലിയിൽ എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ പിന്തുണ ലഭിക്കും. കർക്കിടകക്കൂറ്. പുണർദം അവസാന ഭാഗം, പൂയം, ആയില്യംകാരാണ് കർക്കിടകക്കൂറുകാർ. കർക്കിടകം രാശിക്കാർ. നിങ്ങളുടെ സജീവമായ മനസ്സുപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്തും പഠിക്കാൻ സാധിക്കും. ഈ സമയത്ത് സമൂഹത്തിലെ മാന്യരായ നിരവധി ആളുകളുമായി നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും.
അവരുടെ വ്യത്യസ്ത അനുഭവങ്ങളിൽ നിന്നും അവരുടെ തന്ത്രങ്ങളും പുതിയ പദ്ധതികളും സൃഷ്ടിക്കുന്നത് നിങ്ങൾ കാണും. ഭാവിയിൽ നിങ്ങളുടെ പണം വിവേകത്തോടെ നിക്ഷേപിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഈ ആഴ്ച നിങ്ങളുടെ പഴയ ചങ്ങാതിമാർ നിങ്ങളെ വഞ്ചിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നാം. അതിനുമൂലം നിങ്ങൾ നിങ്ങളുടെ ഒരു കുടുംബാംഗത്തിന്മേൽ നിങ്ങളുടെ കോപം പ്രകടിപ്പിക്കും. ഇത് കുടുംബാന്തരീക്ഷത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കും. മാത്രമല്ല, ഇത് നിങ്ങളുടെ പ്രതിച്ഛായയെ നശിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജോലിയെ ഉയർത്താൻ കഴിയുന്ന വിധത്തിൽ നിരവധി അവസരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. എന്നിരുന്നാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ചിന്തകളും ആലോചനകളും വെക്കാൻ സാധിക്കില്ല. അതുകൂടാതെ ചില നൈരാശ്യവും നിങ്ങളിൽ കാണാനാകും. വിദ്യാഭ്യാസ രംഗത്ത് രാശിക്കാർക്ക് നല്ല വിജയം ലഭിക്കും. ചിങ്ങക്കൂർ മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗക്കാരാണ് ചിങ്ങക്കൂറുകാർ. ചിങ്ങം രാശിക്കാർ ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ വൈകാരികമായിരിക്കാം. അതുമൂലം നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കാം. നിങ്ങളുടെ വിചിത്രമായ ഈ മനോഭാവം ആളുകളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയേക്കാം. ഈ ആഴ്ച നിങ്ങളുടെ മാതാപിതാക്കളുടെ സഹായത്തോടെ ഭൂതകാലത്തെ ഏതെങ്കിലും സാമ്പത്തിക പരിമിതികളിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതുമൂലം നിങ്ങളുടെ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. വീട്ടിലെ കുട്ടികളുമൊത്തോ കുടുംബത്തിലെ മറ്റംഗങ്ങളുമൊത്തോ സംസാരിക്കുമ്പോൾ നിങ്ങൾ ക്ഷമ പാലിക്കേണ്ടതാണ്. അവരുമായി അഭിപ്രായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയം ചെയ്തു തീർക്കാൻ സാധിക്കും. ഇത് നൃത്തം, സംഗീതം, ചിത്രരചന എന്നിവയുമായി ബന്ധപ്പെട്ടതായിരിക്കും. കന്നിക്കൂർ ഉത്രം അവസാന മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതിക്കാരാണ് കന്നിക്കൂറുകാർ. കന്നിരാശിക്കാർ ശാരീരികമായും മാനസികമായും ഈ ആഴ്ച നിങ്ങൾക്ക് സുഖം തോന്നും. ഇതൊക്കെയാണെങ്കിലും വരാനിരിക്കുന്ന മാനസിക സമ്മർദ്ദം നിങ്ങളെ സ്വാധീനിക്കാൻ അനുവദിക്കരുത്. അങ്ങനെ ചെയ്യുന്നത് ഏതെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ആരോഗ്യകാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിച്ച് ആരോഗ്യത്തോടെ ഇരിക്കുക. ഈ ആഴ്ച നിങ്ങൾക്ക് വേഗത്തിൽ പണം ലഭിക്കും. വേഗത്തിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ അത് ചെലവാക്കുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യത്തിൽ ഭാവിയിലെ എല്ലാ അപകട സാധ്യതകളും ശ്രദ്ധിച്ച് നിങ്ങളുടെ സമ്പത്ത് സ്വരൂപിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് ഒരു അകന്ന ബന്ധുവിൽ നിന്നുള്ള പെട്ടെന്നുള്ള ചില നല്ല വാർത്തകൾ നിങ്ങളുടെ മുഴുവൻ കുടുംബത്തിനും സന്തോഷകരമായ നിമിഷങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഈ ആഴ്ച ഒരു സുഹൃത്തിനോട് നിങ്ങളുടെ ഇഷ്ടം തുറന്നു പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. ഇത് നിങ്ങൾക്ക് ദോഷകരമായി തീർന്നേക്കാം. കാരണം ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധങ്ങൾ നശിപ്പിക്കുക മാത്രമല്ല, ഒരു നല്ല സുഹൃത്തിനെ നഷ്ടപ്പെടുത്തുക കൂടി ചെയ്യും. ഈ ആഴ്ച നിങ്ങൾ ഏതെങ്കിലും പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ മുൻപത്തേക്കാൾ കൂടുതൽ ശ്രദ്ധാപൂർവം പഠിക്കുക. തുലാം ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽക്കാരാണ് തുലാം കൂറുകാർ. തുലാം രാശിക്കാർ ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യം മികച്ചതായിരിക്കും. ഇതുമൂലം നിങ്ങൾക്ക് ജീവിതത്തിന്റെ മറ്റു മേഖലകളിലും മികച്ച പ്രകടനം നടത്താൻ കഴിയും. നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഫലമായി നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എളുപ്പത്തിലെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. മോശം സമയങ്ങളിൽ പണം എത്രത്തോളം ഉപകരിക്കുമെന്ന് നിങ്ങൾ ഈ ആഴ്ച മനസ്സിലാക്കും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഈ ആഴ്ച ഉയർച്ച താഴ്ചകൾ അനുഭവപ്പെടും. എന്നാൽ മുൻകാലങ്ങളിൽ നിങ്ങൾ സ്വരൂപിച്ച സമ്പത്ത് നിങ്ങളെ സഹായിക്കാം. സമൂഹത്തിലെ നിങ്ങളുടെ സ്ഥാനവും പ്രശസ്തിയും ഒപ്പം കുടുംബത്തിലുള്ള ബഹുമാനവും അന്തസ്സും നൽകുന്നതിന് ഈ ബന്ധങ്ങൾ സഹായകരമായേക്കാം. ജോലി കാര്യങ്ങളിൽ ഈ ആഴ്ച നിങ്ങൾക്ക് നല്ലതായിരിക്കും. വീട്ടിൽ നിന്ന് അകലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ആഴ്ച അവരുടെ പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും. വൃശ്ചികക്കൂർ വിശാഖം അവസാന പകുതി, അനിഴം, തൃക്കേട്ടക്കാരാണ് വൃശ്ചികക്കൂറുകാർ. വൃശ്ചിക രാശിക്കാർ സമ്മർദ്ദം നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിച്ചേക്കാം. വ്യക്തിപരമായ ജീവിതത്തിലുള്ള അസ്വസ്ഥതയാണ് നിങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തിന്റെ പ്രധാന കാരണം. ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം. വീട്ടുകാരുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ശരിയായി ആലോചിക്കാതെ നിങ്ങളുടെ പണം വീട്ടിലെ നിരവധി വസ്തുക്കൾക്കായി ചെലവഴിക്കും. ഇത് ഭാവിയിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കഠിനമാക്കും. നിങ്ങളുടെ മാനസിക സമ്മർദ്ദവും വർദ്ധിച്ചെന്ന് വരാം. ഈ ആഴ്ച ചില പഴയ കേസുകൾ കോടതിയിൽ നടക്കുകയാണെങ്കിൽ ആ കേസ് നിങ്ങൾക്ക് അനുകൂലമായി നടക്കും.
നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ശരിയായ ഫലം ലഭിക്കുന്നതുവരെ ക്ഷമയോടെ തുടരേണ്ടതാണ്. മുൻകാലങ്ങളിൽ മോശമായിരുന്ന സാഹചര്യങ്ങൾ ഈ സമയം ശരിയാകും. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗക്കാരാണ് ധനുക്കൂറുകാർ. ധനുരാശിക്കാർ ഈ ആഴ്ച മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നതിന് നിങ്ങളുടെ ആരോഗ്യവും വ്യക്തിത്വവും മെച്ചപ്പെടുത്തുന്നതിൽ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സ്വയം ആരോഗ്യത്തോടെയും നിങ്ങളുടെ എല്ലാ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും മുക്തി നേടാനും സാധിക്കും. നിരവധി വീട്ടുജോലികൾ കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ മക്കൾ നിങ്ങളെ സഹായിക്കും. എന്നാൽ ഇതിനായി നിങ്ങൾ അവരോട് സഹായം ചോദിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് പുതിയ ചങ്ങാതിമാരുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ആഴ്ച ഈ രാശിയിലെ വിദ്യാർത്ഥികൾക്ക് വളരെ കാലത്തിന് ശേഷം വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമുള്ള ഫലങ്ങൾ നേടാൻ കഴിയും. നിങ്ങൾ കൂടുതൽ കഠിനാധ്വാനത്തോടെ ഈ ആഴ്ച ആരംഭിക്കുകയാണെങ്കിൽ ആഴ്ചാവസാനത്തോടെ നിങ്ങൾക്ക് ധാരാളം ശുഭകരവും അനുകൂലവുമായ ഫലങ്ങൾ നേടാൻ കഴിയും. അതിനാൽ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് വിട്ടുനിൽക്കുക, നല്ല സമയത്തിനായി കാത്തിരിക്കുക, നിങ്ങളുടെ കഠിനാധ്വാനം തുടരുകയും ചെയ്യുക. മകരക്കൂറ് ഉത്രാടം ആദ്യമുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതിക്കാരാണ് മകക്കൂറുകാർ. മകരം രാശിക്കാർ ഈ ആഴ്ച ജോലിയുടെ സമ്മർദ്ദം കാരണം നിങ്ങൾക്ക് ചില ചെറിയ അസുഖങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതിനാൽ നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥത നൽകാനും വിശ്രമിക്കാനും സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും കുറച്ചു നേരം ചിലവഴിക്കാനും ശ്രമിക്കുക. സാധ്യമെങ്കിൽ അവരോടൊപ്പം ഒരു ചെറിയ യാത്ര പോകാനും നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. ഈ ആഴ്ച നിങ്ങളുടെ സാമ്പത്തിക ജീവിതം പതിവിലും മികച്ചതായിരിക്കും. അനാവശ്യ ചിലവുകൾ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നൽകിയെന്ന് വരാം. പല സ്രോതസ്സുകളിൽ നിന്നും പണം ലഭിക്കുന്നത് മൂലം നിങ്ങൾക്ക് ഈ ചിലവുകളിൽ നിന്ന് മുക്തി നേടാനും സാധിക്കും. വീട്ടിലെ ഒരംഗം നിങ്ങളിൽ നിന്ന് പണമോ മറ്റോ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് നിറവേറ്റി കൊടുക്കാൻ സാധിക്കുകയില്ല. ഈ ആഴ്ച നിങ്ങളുടെ ജോലി സ്ഥലത്ത് പുരോഗതി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ മറ്റ് സഹപ്രവർത്തകർക്ക് മുൻപായി നിങ്ങളെ അഭിനന്ദിക്കുക മാത്രമല്ല, മീറ്റിങ്ങുകളിൽ നിങ്ങളുടെ പേര് മാതൃകയായി നൽകുകയും ചെയ്യും. കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽക്കാരാണ് കുംഭക്കൂറുകാർ. കുംഭം രാശിക്കാർ ഈ ആഴ്ച നിങ്ങളുടെ തിരക്കേറിയ ദിനചര്യയിൽ നിന്ന് നിങ്ങൾക്ക് മതിയായ വിശ്രമ നിമിഷങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ആരോഗ്യത്തിനായി ദിവസേന നടക്കാൻ ശ്രമിക്കുക. ജീവിതത്തിലെ മോശം സമയങ്ങളിൽ നിങ്ങൾ ശേഖരിച്ചു വെച്ച സാമ്പത്തികം ഉപയോഗപ്പെടുത്താൻ എന്ന വസ്തുത ഈ ആഴ്ച നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ ഈ ആഴ്ചയുടെ തുടക്കം മുതൽ നിങ്ങൾ ഒരു നല്ല പദ്ധതിക്ക് തയ്യാറാവുകയും പണം ലാഭിക്കുന്നതിന് ശരിയായ തന്ത്രം സ്വീകരിക്കുകയും ചെയ്യണം. സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം ഈ ആഴ്ച ഉയരും. പക്ഷേ കൂടപ്പിറപ്പുകളുടെ ആരോഗ്യം ഈ സമയത്ത് കുറഞ്ഞേക്കാം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പണം ചെലവാക്കപ്പെട്ടേക്കാം. ഈ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിലെ ഉത്തരവാദിത്തം മുഴുവൻ നിങ്ങൾ ഏറ്റെടുക്കേണ്ടതാണ്. അത് നിങ്ങളുടെ ബഹുമാനം ഉയർത്തും. സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് ഈ ആഴ്ച സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ശമ്പള വർധനവ്, ആഗ്രഹിച്ച സ്ഥാനമാറ്റം എന്നിവ ലഭിക്കാം. മീനക്കൂറ് പൊരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരാണ് മീനക്കൂറുകാർ. മീനം രാശിക്കാർ നിങ്ങളുടെ ആരോഗ്യം ഈ ആഴ്ച മെച്ചപ്പെടും. കായിക പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സജീവ പങ്കാളിത്തം നഷ്ടപ്പെട്ട ഊർജം വീണ്ടെടുക്കാനും മികച്ച ജീവിതം നയിക്കാനും നിങ്ങളെ സഹായിക്കും. ജീവിതത്തിലെ മോശം സമയങ്ങളിൽ നിങ്ങൾ ശേഖരിച്ചു വെച്ച സാമ്പത്തികം ഉപയോഗപ്പെടുത്താൻ ഈ ആഴ്ച ശ്രമിക്കുക. ഈ ആഴ്ച കുടുംബജീവിതം അനുകൂലമായിരിക്കും. വീട്ടിൽ ഒരു പുതിയ വാഹനം വാങ്ങുന്നത് വീട്ടിന്റെ അന്തരീക്ഷത്തിൽ അനുയോജ്യത കൈവരുത്തും. ഇതോടൊപ്പം വീട്ടിൽ നിങ്ങൾക്ക് നല്ല വിഭവങ്ങൾ കഴിക്കാനുള്ള അവസരവും ലഭിക്കും. എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങൾ വീട്ടുജോലികളിൽ സജീവമായി പങ്കെടുക്കും. അതിനാൽ നിങ്ങളുടെ വീട്ടിലെ മറ്റു അംഗങ്ങൾക്കും ബന്ധുക്കൾക്കും ഇടയിൽ ബഹുമാനിക്കപ്പെടും. നിങ്ങളുടെ ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും ഉപദേശങ്ങൾ ജോലിയിൽ പാലിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം. ഇതുമൂലം
നിങ്ങൾക്ക് അവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതുമൂലം ഈ ആഴ്ച നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നല്ലൊരു ദിനം നേരുന്നു. നമസ്കാരം.